സാറോ? രവി, ബിച്ചു എസ്കേപ്പായി. പ്രഭുവിനെയും 3 കോൺസ്റ്റബിൾസിനെ അവൻ കൊന്നു. നെക്സ്റ്റ് ടാർഗറ്റ് നീയാ. ഞങ്ങൾക്ക് ആവശ്യമുള്ള സാക്ഷികളെ ക്രിമിനൽസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ പേരും അഡ്രസ്സും മാറ്റി മറ്റൊരിടത്തേക്ക് അയക്കും. വിറ്റ്നസ് റീലൊക്കേഷൻ പ്രോഗ്രാം എന്ന് പറയും. ഒരു 4-5 മാസം എല്ലാവരും വിട്ടുമാറി നിൽക്കേണ്ടി വരും. ബിച്ചുവിനെ കിട്ടിയാൽ യു ക്യാൻ കം ബാക്ക്. എന്തോ പറയണമെന്ന് പറഞ്ഞല്ലോ, എന്താച്ചാ? നീ നന്നാവാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ചീത്ത പറയുന്നത്. ഇപ്പൊ നിന്നെ പിരിയണമെന്ന് ഓർക്കുമ്പോ വിഷമമുണ്ട്. നിന്റെ അച്ഛന് വിഷമമല്ല, നിനക്കെന്തെങ്കിലും പറ്റുമെന്നുള്ള പേടിയാ. അച്ഛന് മാത്രമല്ല, അമ്മയ്ക്കും അനിയത്തിക്കും എല്ലാവർക്കും പേടിയുണ്ട്. ഞാൻ പോലീസിനെ ഹെൽപ്പ് ചെയ്തതിന്റെ പേരിലാണല്ലോ എനിക്കിപ്പോ നാട് വിടേണ്ടി വരുന്നത്. ഓ സാരമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. സിംഗപ്പൂരോ മലേഷ്യയിലോ അമേരിക്കയിലോ എവിടെ വേണേ പോയിക്കോളാം. അത്രയ്ക്ക് ബഡ്ജറ്റ് ഒന്നുമില്ല രവി. മാക്സിമം ക്യാപിറ്റൽ സിറ്റി വരെ അയക്കാം. ക്യാപിറ്റൽ സിറ്റിയാ? ദേ സാറേ, ഈ കേരളത്തിൽ തന്നെ നിൽക്കാനാണെങ്കിൽ എനിക്ക് എന്റെ വീട്ടിൽ നിന്നൂടെ? ഇത്ര കഷ്ടപ്പെട്ട് ക്യാപിറ്റൽ സിറ്റിയിലേക്ക് പോകേണ്ട കാര്യം എന്താ? ആ സ്ഥലത്തേക്ക് അവർക്ക് എപ്പോ വേണേ വന്ന് എന്നെ തെരഞ്ഞു പിടിച്ച് കൊല്ലാവുന്നേ ഉള്ളൂ സാർ. ഇല്ല സാർ, ആ സ്ഥലത്തേക്ക് സാർ എത്ര പറഞ്ഞാലും ഞാൻ പോവില്ല സാർ. ദയവ് ചെയ്ത് സാറിനെ നിർബന്ധിക്കരുത്. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ സാർ, ബാംഗ്ലൂരിലേക്കാണെങ്കിൽ ഞാൻ പോയിക്കോളാം. ഫസ്റ്റ് ടൈമാ സാർ പേപ്പറിൽ ഫോട്ടോ. കുറച്ച് സ്റ്റൈലായിട്ട് എടുക്കാൻ പറ. ആക്സിഡന്റ് ഫോട്ടോയ്ക്ക് എക്സ്പ്രഷൻ എന്തിനാടാ? കറക്റ്റ് സാർ, സീരിയസ് ലുക്ക് കൊടുക്കാം. എടാ, മരിച്ചവർക്ക് എക്സ്പ്രഷൻ ഉണ്ടാവാറില്ല. ആ കറക്റ്റ് സാർ, ഡെഡ് ലുക്ക് കൊടുക്കാം. എടുത്തോളാം പറ. എന്റെ അച്ഛൻ അടിക്കുന്ന അടിക്ക് പിള്ളേര് കണക്ക് ഓടിക്കുമെന്ന് അറിയില്ലെങ്കിലും ആ ബിച്ചു അടിച്ചാൽ എന്റെ അച്ഛൻ ഒറ്റ അടിക്ക് തീരുമെന്ന് ഉറപ്പല്ലേ സാർ? അതുകൊണ്ട് ഞാൻ മരിച്ചു പോയെന്നറിഞ്ഞാൽ ആ ബിച്ചു കുറച്ച് റിലാക്സ്ഡ് ആയി അവന്റെ പണി നോക്കിക്കോളും. അവിടെ സേതുരാമൻ എന്ന എന്റെ ബാച്ച്മേറ്റ് ഉണ്ട്, നല്ല ഫ്രണ്ടാ. നീ ജോലിക്ക് വേണ്ടിയാ വരുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് അവന്റെ വീട്ടിൽ താമസിക്കാം. പിന്നെ ബിച്ചുവിന്റെ കാര്യം മാത്രം മിണ്ടരുത്, അവനല്പം ധൈര്യം കുറവാണ്. ഇത്രയും വർഷത്തെ സർവീസില് ഇത് ഒരു തവണ പോലും ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. എല്ലാം നിന്റെ കരുണ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനൊന്നും ആയി തീരില്ലല്ലോ. സാർ, ആ മണിയോടെ വെക്ക്. എങ്ങനെ സാർ കണ്ടത്? എടാ വിഡ്ഢി, നടക്കുമ്പോ സൗണ്ട് വരില്ലേടാ? ഇത് കുലിക്കേണ്ടത് ഇങ്ങനെയും കൊണ്ടുപോകേണ്ടത് ഇങ്ങനെയും. സാറിന് എന്തൊരു ബുദ്ധിയായത്! ഞാൻ സാറിനെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയല്ലേ. സ്റ്റേഷനിൽ ആരോ വരുന്നുണ്ട്, കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നു പറഞ്ഞിട്ട്. ഓ അതോ, 8:30 ട്രെയിൻ. ഇനി എത്രയോ സമയമുണ്ട്. അതിനിടയ്ക്ക് ടിഫിൻ കൂടി കഴിച്ചേക്കാം. ഈ കോമൺ ബാത്റൂം എവിടെയാ? അവിടെ. താങ്ക്സ്. ആരാടിയത്? ദൈവമേ, എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോടാം. ഇനി പോകണ്ട. രവിനാരായണൻ? അതെ. സേതുരാമൻ IPS. എനിക്കറിയാം. ഞാനും രാജ്മോഹൻ പറഞ്ഞിട്ടുണ്ട്. ഈ അഡ്രസ് അന്വേഷിച്ചു. കോഫി കുടിക്കാം. എനിക്കും. ഇത് രവി, ആവറേജ് ലുക്കുണ്ട്. അകത്ത് പോയി സംസാരിക്കേ. ആ ഫോണിൽ റെസ്റ്റ് കൊടു. ഇതാരാ? എന്റെ മൂത്ത മോള്. കൊള്ളാം സാർ. അറിയാം. നോക്കരുത്. അവൾക്ക് ആൾറെഡി കല്യാണം ഉറപ്പിച്ചിരിക്കുക. പയ്യൻ പൈലറ്റ്. വേണമെങ്കിൽ നീ ഇവന്റെ കൂടെ ഇഷ്ടം പോലെ കറങ്ങിക്കോ. ഇവൾ എന്റെ ഭാര്യ ലളിത. ഹലോ. ഇപ്പോഴിവിടെ ദേഷ്യപ്പെട്ടു പോയത് നേഹ. അകത്ത് നാണിച്ചിരിക്കുന്നത് ഓഹ. അപ്പൊ ഇതോ? നിഹാൽ. മൊത്തത്തിലൊരു ഹാഫ് ഫാമിലി ആണല്ലോ. അവൻ ഒരു കള്ളൻ. നിനക്കെങ്ങനെ അറിയാം? മണം വരുന്നുണ്ട്. എന്റെ പെർഫ്യൂം മോഷ്ടിച്ചു. സോറി, അവനൊരു എക്സ് കള്ളനാ. എപ്പോഴൊക്കെ മോഷ്ടിച്ചാലും അപ്പോ തന്നെ പിടിക്കപ്പെടുന്നത് അവന്റെ സ്പെഷ്യാലിറ്റി. അമ്മോ, സോറി ചേച്ചി, മോഷ്ടിക്കാൻ വേണ്ടി ചെയ്തതല്ല. ഇതാരോടും പറയണ്ട കേട്ടോ.
ഏയ് കസണ്ടി മാൻ. എങ്ങോ ആരും ജോലി കൊടുക്കാത്തോണ്ട് കുരിശ് ഇപ്പൊ എന്റെ തല ഇരിക്ക. ഹായ്. ഇതാരാ? ഞാൻ പറഞ്ഞില്ലേ എന്റെ രണ്ടാമത്തെ മോള്. ഓ, എത്ര വയസ്സായി? 8 years, 2003 born. ആ, അപ്പൊ സാറിന് വേറെ ജോലി ഇല്ലായിരുന്നോ? എന്താണോ ഈ പറയുന്ന ലേഡീസ് ഇരിക്കുമ്പോ? എന്താളിയാ എല്ലാരും ഹാളിൽ നിൽക്കുന്നേ? ബെഡ്റൂം കാലിയല്ലാത്തോണ്ടാ? ഒന്ന് ചുമ്മാ ഇരിയളിയാ. പിന്നെ അല്ലാതെ ഇട ക്രിമിനൽസിന് വീട്ടിൽ കൊണ്ടുവരുന്നത് നിന്നോട് എത്ര പ്രാവശ്യം പറയണം? അതെ, സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുമ്പോ ജീപ്പ് കേടായി പോയി. നിന്നോട് ലിഫ്റ്റ് ചോദിക്കാൻ കേറിയതാ. സുഖാണോ ഏട്ടാ? ആ, കോഫി കുടിക്കുമല്ലേ? ബിരിയാണി ആയിക്കോട്ടെ. ആരോട് ഇങ്ങനെ പെരുമാറണം അറിയില്ല. കോഫി കുടിക്കുമെന്ന് ചോദിച്ചു. എന്താളിയാ കേസ്? കമ്മീഷണർ വീട്ടിൽ നിന്ന് കോസ്റ്റ്ലി ബിയർ മോഷ്ടിച്ചെന്ന് ഇന്നലെ മുതൽ എത്ര തല്ലിട്ട് എവിടെ വെച്ചിരിക്കുന്നെന്ന് പറയുന്നില്ല. നീ ചോദിച്ചിട്ടു വാ. ആരാ സാർ ഇത്? OR വാസുദേവ്, വലിയ CI, ഇന്ററോഗേഷൻ സ്പെഷ്യലിസ്റ്റ്. ബൈ ബൈ. വലിയ വലിയ ക്രിമിനൽസിനെ വരെ തറപറ്റിച്ചിട്ടുണ്ട്. ചുമ്മാ ഇരിയളിയാ, നമ്മളെ കുറിച്ച് നമ്മൾ തന്നെ പുകഴ്ത്തരുത്. അങ്ങനെയുള്ള അളിയനോട് ഇവനൊന്നും പറയുന്നില്ലെന്ന് വെച്ചാൽ? അതാണളിയാ എനിക്ക് മനസ്സിലാവാത്തത്. കല്ല്, ചെയിന്, ലാത്തി അതൊന്നും പോരാഞ്ഞിട്ട് നഖത്തിൽ മൊട്ടുസി വരെ കയറ്റി. കമ്മീഷണർ കാശ് കൊടുത്തില്ലെന്ന് പറഞ്ഞ് അത് വിറ്റ ഷോപ്പുകാരൻ തന്നെയാണ് സാർ മോഷ്ടിക്കാൻ പറഞ്ഞത്. എല്ലാം ട്രൈ ചെയ്തെന്ന് പറഞ്ഞോണ്ടാ പെൻ ട്രൈ ചെയ്ത് നോക്കിയത്. ഇവന് കുറച്ച് പൂക്കളെയും പെണ്ണുങ്ങളെയും കാണിച്ചു കൊടുക്കടാ. വല്ലാതെ വയലന്റ് ആയവൻ. ഫ്ലവേഴ്സ് ആരെങ്കിലും തിന്നോ? കോളിഫ്ലവർ തിന്നില്ലേ? ഇങ്ങനെ തിന്നാ നീ നിന്റെ അമ്മയെ പോലെ തടിച്ചു പോവും. എന്തോ അമ്മയ്ക്ക് തടി. നിന്റെ ഈ ശ്രദ്ധ കണ്ടിട്ട് ശരിക്കും സ്വന്തം മോളെ നോക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഐ ലവ് യു. ലൈഫ് ബോയ്. എന്റെ കാര്യത്തിൽ ലൈഫും ഇല്ല, ബോയും ഇല്ല. എന്താ മോളെ കർട്ടന്റെ പുറകെ മറിഞ്ഞിരിക്കുന്ന എന്താ? ഇങ്ങ് പുറത്തു വാ. ഞാൻ പുറത്ത് തന്നെ അച്ഛ നിക്കുന്നേ. സൂക്ഷിക്കണേ മോളെ, ഈ റൂട്ടിൽ പൂവാലന്മാര് കൂടുതലാ. എന്നെ ആര് നോക്കാനോ അച്ഛാ? കാണും മോളെ ഏതെങ്കിലും തലതിരിഞ്ഞോമാര്. എവിടേക്കാ? ഇവിടെ അടുത്ത് ക്രിക്കറ്റ് ബെറ്റിംഗ് ഉണ്ട്. ബെറ്റിങ്ങോ? എങ്കിൽ വായിട്ടാ. എനിക്കൊരു 5 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. 5 ലക്ഷം? എമൗണ്ട് കേട്ട് പേടിക്കണ്ട, ഇതിലൊക്കെ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. എങ്കിൽ നിന്റെ എക്സ്പീരിയൻസ് എനിക്കൊന്ന് കാണണം. ബെറ്റിനുള്ള കാശൊക്കെ ഞാൻ തരാം. അടിച്ചു മാറ്റിയതായിരിക്കും. പിന്നല്ലാതെ കാശ് ആരുടെ ആണെങ്കിലും ഉപയോഗിക്കാനുള്ളതല്ലേ. ഇവളേതാ? അവളെ കാണാൻ നല്ല ഗ്ലാമർ ഉണ്ടല്ലേ. ഗ്ലാമർ എന്നൊക്കെ പറയുന്നത് ഇതാണോടാ? ഏയ് നോക്കട്ടെ, അവള് ചിരിച്ചപ്പോ ഒരു പ്രകാശം വന്നത്. പുറകെ മഴയും കൂടെ വരുന്നുണ്ട്. മഴ വന്നാലും ഞാനെന്ന് അവളുടെ അടുത്ത് പോവാ. അവിടെ അടുത്ത് പോയാൽ എങ്ങനെയാണ് 5 ലക്ഷം കിട്ടുന്നത്? ഹായ് രവി. മാധു. കുറച്ചുമ്പോ കുട്ടി ചിരിച്ചപ്പോ ഒരു പ്രകാശം, അതായത് ട്വിങ്കിൾ പോലെ വന്നല്ലോ. അത് ഈ ക്ലിപ്പിന്റെ റിഫ്ലക്ഷൻ ആയിരിക്കും. ഇങ്ങ് പോരെ. ഇനി ചിലപ്പോ കാണിക്കുന്നത് ചെരുപ്പായിരിക്കോടാ. ക്യൂട്ടായിട്ടുണ്ടല്ലേ. ഓ തലവിധി. ഹലോ, ഈ ഹോട്ടി എവിടെ കിട്ടും? അവിടെ ഉണ്ട്. ഓ എങ്കിൽ പോരണം കുടി.
അച്ഛനെന്ത് ചെയ്യുന്നു? രണ്ടാമത് മാരേജ് ചെയ്തു. അപ്പോ അമ്മയോ? ചത്തുപോയി. ഓ സോറി. ഇപ്പോഴത്തെ അമ്മ എന്നെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുന്നു. പിന്നെ ഇനി എന്താ ചോദിക്കുക? ഒരു ചായ കുടിച്ചാലോ? ഈ തണുത്ത മഴയത്ത് വെറുതെ ഒരു ചായ കുടിച്ചാ നല്ലായിരിക്കും. അല്ല, ബസ് വരാനായിട്ട് ഇനിയും സമയമുണ്ടല്ലോ. ഒരു ചായ കുടിക്കാവുന്നേ ഉള്ളൂ. ബസ് വന്നു. ഹാപ്പി ജേണി. അല്ല, പേര് പറഞ്ഞില്ല. ആ പെണ്ണ് അത്ര സുന്ദരിയാ? ക്ലാസ് ലുക്കാണ്. എന്ന് വെച്ചാ ഡള്ളാന്ന് പറ. വളരെ ആക്റ്റീവാണ് സർ. ഓഹോ, നാടൻ ടൈപ്പ്. ചുരിദാറാ ധരിച്ചിരുന്നത്. ഇക്കാലത്ത് നല്ല കുട്ടികൾ ആരെങ്കിലും ചുരിദാർ ഇട്ടുണ്ടോ? എന്തൊരു സംസാരം ഇത്! ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് മൊത്തത്തിൽ നെഗറ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻ. ഇത് കേട്ട ആർക്കും ദേഷ്യം വരരുത്. എനിക്ക് കേൾക്കണ്ട. ഭയങ്കര കഷ്ടമാണല്ലോ. ആ കുട്ടി കൊള്ളാമെന്ന് വെച്ചാൽ ഇവനെന്തിനാ ഇറിറ്റേറ്റഡ് ആകുന്നത്? ആ കുട്ടിയെ കാണാൻ കൊള്ളാത്തത് കൊണ്ടായിരിക്കും അച്ഛാ. എന്തിനാ ചോദിച്ചു വിഷമിപ്പിക്കുന്നത്? അച്ഛനും മോൾക്കും ഒരു വിവരമില്ല. ഫുൾസ്. അവൻ പോയില്ലേ? ഇനി നീ ചെന്ന് പഠിക്കേ. എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടല്ലോ. ശരിക്കും നിങ്ങൾ എന്താ ചെയ്യുന്നത്? എന്ത് ചെയ്യാനാ? സോഫ്റ്റ്വെയറിൽ ഒഴിവൊന്നുമില്ല, ഹാർഡ്വെയറിൽ ഗ്രോത്ത് ഇല്ല. റിയൽ എസ്റ്റേറ്റിൽ റൗഡികളാ കൂടുതൽ, കൺസ്ട്രക്ഷനിൽ സാലറിയും കുറവാ. ധൃതി പിടിച്ച് വല്ലയിടത്തും കമ്മിറ്റ് ആവുകയാണെങ്കിൽ ഇതേ നോക്കി, അതായിരിക്കും എന്റെ അവസ്ഥ. കണ്ടില്ലേ, 10 കൊല്ലം കഴിഞ്ഞ അതുപോലെ. പോട്ടെ, ബസ് വരുന്നതിന് മുമ്പ്. അതിന് നിങ്ങളുടെ ഓഫീസ് ബസ് ഇതല്ലല്ലോ. ഞാൻ ഷോപ്പിങ്ങിന് പോവാ. എന്നെ വിളിച്ചൂടെ? പെൺകുട്ടികൾ അങ്ങനെ വിളിക്കാറില്ല. ഓക്കേ. ഇതിത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നോ? കുട്ടി അടുത്ത വീട്ടിലെ പയ്യനോട് ഒളിച്ചോടി പോയെന്ന് വിചാരിക്കേ. അതിന്റെ ബേസിൽ 10-30 എപ്പിസോഡ് പോവില്ലേ? വേറെ കുട്ടിയുടെ കെറ്റപ്പ് ഞാൻ പിന്നെ ഫോൺ ചെയ്ത് പറയാം. എത്ര രൂപ പൊടിച്ചിട്ട് നീ ഇതിനൊക്കെ? 3500 രൂപയോ? ഷോപ്പിങ്ങിന് നീ അത്രയും രൂപ എങ്ങനെ കൊടുത്തടാ? കൊടുത്തില്ല സർ. പിന്നെ ക്യാഷ് കൊടുക്കാതെ എങ്ങനെ വന്നു? ഞാൻ ACP സേതുരാമൻ സാറിന്റെ ആളാ, അറിയോ? എന്റെ പേര് പറഞ്ഞതുകൊണ്ട് അവര് വിട്ടതായിരിക്കും അല്ലേ? പണം അദ്ദേഹം തരുമെന്നാ പറഞ്ഞത്. എന്ന് വെച്ചാ എന്നെ നീ അവിടെ പണയം വെച്ചു അല്ലേ? നിന്റെ എത്ര? 10. എന്റെ 50. അലോനെ വിളിച്ചാ കാശ് കിട്ടൂടാ. എന്താടാ നോക്കുന്നത്? എന്താ നോക്കുന്നത്? അടിക്കണോടാ? അടിച്ചോ? നിന്റെ 10 അല്ല, എന്റെ 12 കൊല്ലത്തെ സമ്പാദ്യം. ക്യാഷ് പോയവർ മിണ്ടാതെ അടങ്ങിയിരിക്കണമെന്നാണോ സാർ? അടങ്ങിയിരിക്കണോന്ന് ആര് പറഞ്ഞണേ? ആര് പറഞ്ഞു അടങ്ങിയിരിക്കാൻ? ഇതെന്താടാ ഖദറ്? അതെന്താണെന്നറിയോ? കാക്കി. നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് അങ്ങോട്ട് ചോദിക്ക്. എന്നിട്ട് വാ. മോഷ്ടിച്ചവരെ കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? We are trying our best, sir. അതവരോട് മലയാളത്തിൽ പറഞ്ഞു കൊടുക്ക്.
റോബറി നടന്ന ദിവസം രാത്രി ബിച്ചു ഗ്യാങ്ങിലെ 2 ക്രിമിനൽസ് സിഗ്നൽസ് ബ്രേക്ക് ചെയ്തിരുന്നു. ഇലക്ട്രോണിക് ക്യാമറയിൽ അവരുടെ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. ബിച്ചുവിന്റെ ഫോട്ടോയോടൊപ്പം അവരുടെ ഫോട്ടോസും എല്ലാ സ്റ്റേഷനിലേക്കും അയച്ചിട്ടുണ്ട്. ഇതിപ്പോ പ്രസിനും റിലീസ് ചെയ്യുകയാണ്. Our intention is very clear. We are going to catch the criminals. ഇതിലും നല്ലത് പ്രസ് മീറ്റിന് വരുന്നതായിരുന്നില്ലേ? ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാനുള്ള അറേഞ്ച്മെന്റ്സ് വേഗം ചെയ്യും. മൂർത്തി, അവരെ കയറ്റിവിടണ്ടേ? വളരെ രഹസ്യമായി ഞാൻ അവരുടെ ഗസ്റ്റ് ഹൗസിൽ എത്തിക്കാം. കള്ള പാസ്പോർട്ട് ഉണ്ടാക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല സാർ. അതിന് നല്ല പണച്ചെലവുമുണ്ട്. ആദ്യം അവരുടെ ഫോട്ടോ വെച്ച് കള്ളപ്പേരിൽ അഡ്രസ് ഉണ്ടാക്കി അതിങ്ങോട്ട് കൊടുത്തുവിട്. അഡ്രസ്സുമായിട്ട് ഒരാളെ വിടണം. അതിനിപ്പോ ആരെ വിടും? ഹലോ, പേര് സത്താർ, 6 അടി ഉയരമുണ്ട്. എന്നെ അയാൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? നിന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവർക്ക് ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അവൻ വന്ന് കണ്ടോളും. അവനൊരു കവർ തരും, ശ്രദ്ധിച്ചു കൊണ്ടുവരണം. സത്താർ ഇവിടെ ഉണ്ട്. ഗെറ്റ് റെഡി. Nagarjuna School. Sattar is here. We have hostage situation. Back up immediately. സത്താർ, നിങ്ങൾ വെറുതെ അവിവേകമൊന്നും കാണിക്കരുത്. എന്നെ തടയരുത്. എന്നെ തടഞ്ഞാൽ ഇവളെ കൊല്ലും ഞാൻ. മേലുദ്യോഗസ്ഥരുമായി കൺസൾട്ട് ചെയ്യണം. അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഡിമാൻഡുകൾ പരിഹരിക്കാം. ഇതാ അവരെത്തിക്കഴിഞ്ഞു. എന്താണ് അവസ്ഥ? അകത്ത് 1000-ഓളം കുട്ടികളുണ്ടല്ലേ? ഇവൻ ജീവനോടെ ഉണ്ടോ? ഇതുവരെ കുഴപ്പമൊന്നുമില്ല. എന്താ സാർ സംഭവിച്ചത്? എന്താ പറയേണ്ടത്? വെടിവെച്ചതാ. വെടിവെച്ചതാ. ആരാണ് സാർ? കണ്ണട വെച്ചാൽ എക്സ്പ്രഷൻ തിരിച്ചറിയാൻ പറ്റില്ല. നിനക്ക് ഷൂട്ടിംഗ് അറിയാവോ? ഇതിൽ ഇത്ര പഠിക്കാനും മാത്രം എന്തിരിക്കുന്നു? ഒരു വിരലമർത്താൻ ട്രിഗറും തറയ്ക്കാൻ ഒരു തലയുണ്ടായാൽ മതി. കയ്യിലിടാൻ വിലങ്ങും കൊണ്ടിടാൻ ജയിലൂടെ ഉണ്ടടാ. ബാത്റൂം ക്ലോസറ്റിലെ ബാക്ടീരിയ പോകണമെങ്കിൽ ആസിഡാ സർ ഒഴിക്കേണ്ടത്, സെന്റല്ല. അല്ലെങ്കിൽ തന്നെ ചെറിയ കുട്ടികളെ കൊല്ലുന്നു പറയുന്നവരോട് ഡിസ്കഷൻ പാടില്ല സാർ. അടിച്ച് കൊന്നേക്കണം. സാർ, ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇതൊരു ഡിഫറെന്റ് മൂവ്മെന്റ് ആയിരുന്നു. ആർക്കും ഊഹിക്കാൻ പോലും പറ്റില്ല. ഇതുപോലെ ഉണ്ടാകുമ്പോ എപ്പോഴത്തെയും പോലെ ആ ബോഡി എടുത്ത് മാറ്റണ അളിയാ. ബോഡി എടുത്ത് മാറ്റ്. എനിക്ക് വയ്യ. എന്താ ചേട്ടാ ഇത്, ചെറിയ കുട്ടികളെ പോലെ? അവൻ എന്റെ അരയിലെ പൗച്ചിന്ന് തോക്കെടുത്തത് ഞാൻ കണ്ടതേ ഇല്ലടി. തപ്പയെന്ന് വെടി വെച്ചില്ല ഈ ദുഷ്ടൻ. ഞാൻ വൈകുന്നേരം കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയില്ലേ, അപ്പൊ പ്രസിഡന്റ് മെഡൽ തരുന്നതായി ഞാൻ സ്വപ്നം കണ്ടടി. പ്രസിഡന്റ് മെഡൽ കിട്ടുന്നത് നല്ലതല്ലേ ചേട്ടാ? അത് പക്ഷെ നീ വാങ്ങുന്നതായിട്ടാ കണ്ടത്. ജീവിതത്തിൽ ഇതുവരെ ഒരാളെ പോലും ഞാൻ വെടിവെച്ചിട്ടില്ല. സാറിനെ കൊണ്ട് ഞാൻ വെടിവെപ്പിക്കാം സാർ. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ നടക്കില്ല. ഞാൻ ഗാന്ധിജിയുടെ ഫോളോവറാണ്. വാടാ, 2 അടിക്കാം. ഇതിനായിരുന്നോ ഇത്രയും നേരം സെന്റിമെന്റ്സ് ഒക്കെ കാണിച്ചത്? ഭയപ്പെടുത്തുന്നു വെച്ച് ഹൊറർ സിനിമ വേണ്ടെന്ന് നോക്കിയോ ആരെങ്കിലും? അത് ബാഡ് ഹാബിറ്റ്. എവനും അതുപോലെ.
നീ സിനിമ എടുത്തു, പോസ്റ്ററിൽ എന്റെ അളിയന്റെ പേരും വെച്ചു. ഒന്ന് പോവുക. കാര്യം എന്താണെന്ന് വെച്ചാൽ നീ കൊന്ന സത്താറിന്റെ കയ്യിൽ നിന്ന് ട്രാവൽ ഏജൻസി ഒരു പേപ്പർ കിട്ടി. അത് വെച്ചുകൊണ്ട് എന്റെ അളിയെ ലൈഫിൽ ഫസ്റ്റ് ടൈം ഇൻട്രോഗേഷൻ ചെയ്യാൻ ട്രൈ ചെയ്യുക. അത് സക്സസ് ആവുമെന്ന് തോന്നുന്നില്ല. ദേ നോക്ക്. ആരുടെയോ കയ്യിൽ എന്റെ ലെറ്റർ ഹെഡ് ഉണ്ടെന്ന് വെച്ച് എന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു. ദിവസം ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നുണ്ട് പാസ്പോർട്ടിനായി എന്റെ ഓഫീസിൽ. ആരാ ക്രിമിനൽസ് എന്നൊക്കെ അന്വേഷിക്കേണ്ടത് നിങ്ങളാ. ഗണ്ണുണ്ടെന്ന് കരുതി വെടിവെക്കുക, ഓഫീസ് ഉണ്ടെന്ന് കരുതി വിളിപ്പിക്കുക. അയാൾ വന്ന് വായി തോന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അദ്ദേഹം ഒന്നും മിണ്ടാതിരിക്കുന്നത്. അവൻ ഫ്രസ്ട്രേഷൻ കാരണം ചീത്ത വിളിക്കുന്നു. ഇപ്പൊ എനിക്കും ഫ്രസ്ട്രേഷൻ തോന്നുന്നുണ്ട്. അവന്മാർക്കിട്ട് അടി കൊടുക്കട്ടെ. നീ അടിച്ചോ, ഞാൻ നോക്കട്ടെ. എന്റെ ടേബിൾ എന്നെ തകർത്ത് കളഞ്ഞല്ലോ ദൈവമേ ഇവൻ. എന്തായി കാണിക്കുന്നത്? എന്താ ഇത്? എന്തിനടിക്കുന്നത്? റൗഡികളെ തല്ലാൻ റീസൺ അവരെന്റെ ആൾക്കാരാ. അതിനിപ്പോ എനിക്കെന്താ? എന്താ സാർ ഇത്? ഫ്രസ്ട്രേഷൻ സാർ. പാവം, അവന്റെ ബൈക്ക് പോലുള്ള ഫ്രസ്ട്രേഷനില്ല അവൻ. അടിച്ച ബൈക്ക് കിട്ടുമോ? ഫ്രസ്ട്രേഷൻ പോയി കിട്ടുമല്ലോ. എന്താ ഇവിടെ ഒരു കോലാഹലം? ഫ്രസ്ട്രേഷൻ സാർ. നമ്മൾ കംപ്ലൈന്റ് പരിഹരിക്കുന്നില്ല എന്നുള്ള പബ്ലിക് ഫ്രസ്ട്രേഷൻ. അതെന്താണെന്നൊക്കെ നോക്കണ്ടേ? അതിന് എന്റെ ആൾക്കാരെ അടിക്കുന്നത്. ഇതും കൂടെ ഒന്ന് നോക്കളിയാ. അതാ സാർ നോക്കുന്നത്. നോക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് മനസ്സിലായി സാർ. അവൻ മനഃപൂർവ്വം അടിക്കുക. നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുക. ഫ്രസ്ട്രേഷനും അല്ല, ഒന്നുമല്ല. ഇത് റിയലൈസേഷൻ. യെസ്. നോക്കിക്കോ, എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. കണ്ടില്ലേ സാർ, പിള്ളേര് കിടക്കുന്ന പോലെ. ഇനി എന്ത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തു. ഇനി ഇവരെ എന്തെങ്കിലും ചെയ്താൽ എനിക്ക് എന്റെ പണി പോയി കിട്ടൂടാ. ഹലോ. എടോ മൂർത്തി സാർ, ആ പാസ്പോർട്ടിന്റെ കാര്യം എന്തായി? ഞാൻ എന്ത് ചെയ്യാനാ സാർ? ആ ലെറ്റർ ഹെഡ് സത്താറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞ് പോലീസ് ഞങ്ങളെ ടോർച്ചർ ചെയ്യുക. എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. സോറി സാർ, എന്നെ വിട്ടേക്ക്. ആരോ എന്റെ വഴിമുടക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആരാത്? നിന്റെ വഴി മുടക്കുന്നുണ്ടെങ്കിൽ അത് ആരായാലും അത്ര നിസ്സാരനാവില്ല. ഈ ഫോട്ടോ എന്താ ഇവിടെ വെച്ചിരിക്കുന്നത്? ഇവന് നിനക്കറിയാവോ? അറിയോന്നോ? ഞാൻ നാട് വിട്ട് ഇങ്ങോട്ട് വരേണ്ടി വന്നു ഈ അലവലാതി കാരണമല്ലേ? ബാങ്കിൽ നിന്ന് 1500 കോടി തട്ടിയ ക്രൈമില് അക്യൂസ്ഡ് വൺ അവൻ, വിറ്റ്നസ് വൺ നീയാ. ഇത്രയും പോലീസിനെയും വിജിലൻസിനെയും വെട്ടിച്ചു പോവാന്ന് വെച്ചാ ഇവൻ എന്ത് വന്നാലും രാജ്യം വിട്ട് പോകരുത് സർ. ഞാനിപ്പോ ഭയം ഒളിച്ചിരുന്നാൽ പിന്നെ ഒരിക്കലും പോകാൻ പറ്റില്ല. നീ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? വാശിയൊന്നുമല്ല സർ, ഈഗോ. നീ എന്തിനാടാ ഇത്ര റിസ്ക് എടുക്കുന്നത്? റിസ്ക് അല്ല, ഈഗോ. അവൻ കാരണമല്ലേ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്റെ ഫോട്ടോയ്ക്ക് മാലയിട്ട് പിണ്ടം വെപ്പിച്ചത്. അവനെ ഞാൻ വിടില്ല സർ. ഞാൻ തന്നെ അവനെ പിടിച്ചിരിക്കും. എന്നെ ആരും പിടിക്കില്ല. പിടിക്കുമ്പോ വഴുതി പോകുന്ന മത്സ്യത്തെ പോലെ അവരുടെ കയ്യിൽ നിന്ന് ഈസി ആയിട്ട് ഞാൻ ചാടിപ്പോവും. ഞാൻ പിടിക്കുന്ന പിടിയിൽ ശ്വാസം പോലും വിടാനാവാതെ അവൻ പിടഞ്ഞു മരിക്കും. ഇനി ഹോം മിനിസ്റ്റർക്ക് ഫോൺ ചെയ്തിട്ടാണെങ്കിലും ശരി, ട്രാവൽ മൂർത്തിയെ തൊട്ടു പോകരുതെന്ന് പറയണം. ഐ വാണ്ട് മൈ പാസ്പോർട്ട്. DGP, ട്രാവൽ മൂർത്തി അറസ്റ്റ് ചെയ്യുന്നതിനാണെന്ന് ACP ചോദിക്കും. ട്രാവൽ മൂർത്തി അറസ്റ്റ് ചെയ്ത് എന്തിനാ? വേഗം വിട്ടേക്കവനെ. സാർ, അയാൾ നമുക്ക് വേണ്ടപ്പെട്ടവനാ. സാർ, മനസ്സിലായല്ലോ സാർ. നമ്മുടെ DGP ആ ട്രാവൽ മൂർത്തി വളരെ നല്ലവനാണെന്നും കഴിയുമെങ്കിൽ അവന് സമ്മാനം കൊടുക്കണമെന്നും സ്റ്റേഷനിലേക്ക് ഇനി വിളിപ്പിക്കരുതെന്നും പറഞ്ഞു. ബിച്ചുവിന് ട്രാവൽ മൂർത്തിയാണ് ഹെൽപ്പ് ചെയ്യുന്നുള്ള തെളിവ് കൊണ്ടുവന്നാൽ അപ്പൊ DGP എന്ത് ചെയ്യും? മോർണിംഗിന് യോഗ ചെയ്യാൻ പോവും, വൈകിട്ട് വാക്കിങ്ങിന് പോവും. നമ്മൾ എവിഡൻസ് കൊണ്ടുവന്നാൽ അയാൾ എന്താ ചെയ്യാൻ പോകുന്നെന്ന് എനിക്കെങ്ങനെ അറിയാം? അല്ലെങ്കിൽ തന്നെ എവിഡൻസ് എവിടെ നാടാ? സിമ്പിൾ സർ. എന്ത്? ട്രാവൽ മൂർത്തിയുടെ ഓഫീസിൽ മാധു ജോലി ചെയ്യുന്നുണ്ട്. അതിനെന്താ? മാധുവിന്റെ കീ കാർഡ് ഉപയോഗിച്ച് ട്രാവൽ മൂർത്തി ബിച്ചുവിന് വേണ്ടി എന്നത്തേക്കാ ടിക്കറ്റ് എടുക്കുന്നത്, എവിടേക്കാ പോകുന്നൊക്കെ അറിയാൻ പറ്റും. ആ കീ കാർഡ് ഒന്ന് കൈ കിട്ടിയ കാര്യങ്ങൾ സിമ്പിളായി. കീ കാർഡ് എങ്ങനെയാ കിട്ടുന്നേ? 2 വാട്ടർ ടാങ്കുകൾ റെഡിയാക്കുക. 3 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയാം. Rain on! ചായ കുടിക്കുന്നവരെ മഴയും മാറില്ല, ബസ്സും വരില്ല. അളിയാ,
ബസ് എത്തിയിട്ടുണ്ട്. മാക്സിമം നിനക്ക് 10 മിനിറ്റ് തരാം. ബസ് എന്തിനാ പിടിച്ചു നിർത്തുന്നേ? പോലീസ് ഡ്രിൽ. എന്തിനാ? പബ്ലിക് സേഫ്റ്റിക്ക് വേണ്ടി. ദയവ് ചെയ്ത് എല്ലാവരും സഹകരിക്കണം. ഇയാൾ ഒരു ടെററിസ്റ്റാണ്. അങ്ങനെ വിചാരിച്ചോളൂ. ഇരുന്നോളൂ. ആരെങ്കിലും എതിർത്താൽ ഇതൊരു ബസ്സാണെന്ന് തിരിച്ചറിയാൻ പോലും ആകാത്ത വിധത്തിൽ പീസ് സൈക്കിളെ ഞാൻ നിങ്ങളുടെ കയ്യിലുള്ള സെൽഫോൺസ് എല്ലാം വലിച്ചെറിഞ്ഞേക്ക്. ഡു ആസ് ഐ സേ. വലിച്ചെറിയാൻ പറഞ്ഞത് പുറത്തേക്കാണ്, ദേഹത്തേക്കല്ല. ഇപ്പൊ ആള് ചത്തുപോയിരുന്നെങ്കിലോ? ടെററിസ്റ്റ് ചത്താ നല്ലതല്ലേ സാർ? ഇപ്പൊ ഇവനൊരു ടെററിസ്റ്റ് അല്ല, ഒരു കള്ളൻ. ഇവൻ ഈ ബസ് കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കത്തി കാട്ടി വിരട്ടുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യും? എന്താണോ? എന്തിനാ ഇതൊക്കെ? അവന്റെ കൈ വെട്ടി പോലീസിനെ ഏൽപ്പിക്കാനാ. ഇങ്ങനെ ഊതിയിട്ട് എല്ലാവർക്കും കൂടി പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാനും പറ്റും. അങ്ങനെ ചെയ്യേണ്ടത് മനസ്സിലായോ? ഇരിക്കവിടെ. ഈ മഴയപ്പോ നിക്കാൻ പോകുന്നു. ദാ നിന്നു. ബസ്. ആ ഡ്രൈവർ, നെക്സ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് DGPയുടെ മകള് കയറുന്നുണ്ട്. അവർക്ക് കാറില്ലേ? റിപ്പയർ ആയി. നോക്ക്, റെഡ് ഷർട്ട് ഇട്ട ഒരു ഓഫീസറാണ് അവരെ കയറ്റിവിടുന്നത്. എന്താ സാർ, യൂണിഫോം ഇല്ലേ? ഉണക്കാനിട്ടിരിക്കുക. അദ്ദേഹം സിഗ്നൽ തന്നാലേ ബസ് വിടാവും. ജനങ്ങൾ ഇത്രയ്ക്ക് അങ്ങോട്ട് വയലന്റ് ആവാൻ തുടങ്ങിയാൽ പാവം ക്രിമിനൽസ് എങ്ങനെ ജീവിക്കോളിയാ? ഞാനും അതാളി ആലോചിക്കുന്നത്. കണ്ടോ, തന്റെ ബസ് വന്നില്ലല്ലോ. നിന്റെ ഭാഗ്യം. ഭാഗ്യം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാവോ? നമ്മൾ ഇഷ്ടപ്പെട്ട കിട്ടുന്നതാണ് ഭാഗ്യം, ഇഷ്ടപ്പെടാത്ത വന്നു തരുന്നത് നിർഭാഗ്യം. സത്യമാണോ? യാ, ട്രൈ ചെയ്ത് നോക്ക്. ഓക്കേ, ആഗ്രഹിച്ചോ? എനിക്കിപ്പോ ബസ്സിൽ പോണെന്ന് തോന്നുന്നില്ല. ഓക്കേ, കണ്ടോ, താൻ ബസ്സിൽ കയറണമെന്ന് ആഗ്രഹിച്ചു, അതുകൊണ്ട് ബസ് നിർത്താതെ പോയി. അതാണ് എന്റെ പവർ. പവറാ? ബസ് നിർത്തിയിടാൻ എത്ര ബുദ്ധിമുട്ടിയെന്ന് നിനക്കറിയോടാ? ഇനി എന്തെങ്കിലും ആഗ്രഹിച്ചോ? എനിക്കിപ്പോ ബൈക്ക് പോണെന്നുണ്ട്. ബൈക്കാ? അതെന്താടാ, ചോക്ലേറ്റ് ആണോ? ഇപ്പൊ ഞാൻ എവിടെ പോയി കൊണ്ടുവരാനാ? എവിടെ കളറ് മാത്രം കമ്മിറ്റ് ആവരുതെന്ന് പറഞ്ഞേക്ക്. ഇത് വെച്ചോളൂ. 10 രൂപയോ? ചേഞ്ചില്ല സ്വാമി. എനിക്ക് ചേഞ്ച് വേണ്ട മോനെ. എത്രയാ ഉദ്ദേശിക്കുന്നത്? 200 രൂപ തന്ന് ഈ നാരങ്ങിലൂടെ ഓടിച്ചു പോയാൽ ഒരാപത്തും വരില്ല. എന്താ 200 രൂപ എന്നാ ദൈവം നേരിട്ട് വന്ന് വണ്ടിക്ക് ബ്രേക്ക് ഇടുവോ? വിവരദോഷി, നിനക്ക് ബ്രേക്ക് ഇടാൻ ദൈവം നേരിട്ട് ഇറങ്ങി വരണമെന്നില്ല. അതിനല്ലേ ഞങ്ങൾ വന്നത്. ലൈസൻസ് എടുക്ക്. ഇനി നിനക്കിത് വേണമെങ്കിൽ അടുത്ത ജംഗ്ഷനിൽ ചുവന്ന ഷർട്ടിലേക്ക് നാളെ ബൈക്ക് കൊടുത്തിട്ട് നാളെ സ്റ്റേഷനിൽ വാ. അവനെന്തിനാ കൊടുക്കുന്നത്? ഇവന്റെ ബൈക്കിൽ ബോംബ് വെച്ചിട്ട് അതിന്റെ എല്ലാ പാർട്സ് സെപ്പറേറ്റ് ആക്കി നമ്മുടെ ചിട്ടപ്രകാരമുള്ള സോറിയും പറയിച്ചിട്ട് ആ പാർട്സുകളെല്ലാം അവന് തിരിച്ചു കൊടുത്തേക്ക്. അത് പാടില്ല സാർ. എല്ലാ പാർട്സുകളും ഒന്നിച്ചു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് എഞ്ചിൻ നിങ്ങൾ വെച്ചോളാം. ഷർട്ടിന്റെ കളർ ഏതാ സാർ? ചുവപ്പ്. ബൈക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാല്ലേ സാർ? ഫോട്ടോ. ഹാപ്പിയാ? ഇപ്പോഴൊരു മഴ പെയ്തിരുന്നെങ്കിൽ. പിന്നെ മഴ വേണമെന്നാ? നടക്കില്ല. വാട്ടർ ടാങ്ക് തിരിച്ചയച്ചു. താൻ ഓഫീസിലെത്തുന്നതിന് മുമ്പ് മഴ പെയ്തിരിക്കും. നല്ല പോലെ എന്നെ പിടിച്ചിരിക്കും. ഏയ്, നമ്മുടെ ഓഫീസിലെ വാട്ടർ ടാങ്കെങ്കിലും ലൈക്കൊണ്ട് വാടാ. ഇവിടുന്ന് മഴ അങ്ങോട്ട് കൊണ്ടുവല്ലണോന്ന്.